Hey guys, and welcome back to Encyclopedia. സോ ക്രിസ്റ്റഫർ നോളൻ്റെ ദ ഓഡീസി കാണാൻ വേണ്ടിയിട്ട് കേരളത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്, കേരളത്തിലെ ഏറ്റവും ഫസ്റ്റ് എപ്പിക് സ്ക്രീനിൽ പലാക്സി കാലിക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. വാട്ട് എ സ്ക്രീൻ മാൻ. ക്രിസ്റ്റഫർ നോളൻസ് ദ ഓഡിസി. സോ നമ്മൾ 2-3 ദിവസം മുന്നേ നോളൻ്റെ ഒഡീസി തിയേറ്ററിൽ നിന്ന് കണ്ട് വന്നതാണ്. അപ്പം റിവ്യൂ ഇടാൻ ചെറിയൊരു ലേറ്റായി. ഈ വേൾഡ് കപ്പ് റിലേറ്റഡ് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ കാര്യങ്ങളുള്ളതുകൊണ്ട് ഒന്ന് പുഷ് ചെയ്യേണ്ടി വന്നു. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ ചിലപ്പം ഡിഫറൻസ് നോട്ടീസ് ചെയ്യാൻ പറ്റുമോ, ഒരുമാതിരി ഉദിത് നാരായണൻ്റെ വോയിസ് മാതിരിയൊക്കെ ആയിട്ടുണ്ട്. സോ ബെറ്റർ ലൈറ്റ് ദാൻ നെവർ. സോ ഒഡീസി കണ്ടു വന്നിരിക്കുകയാണ്. ആൻഡ് ഇതൊരു ക്രിസ്റ്റഫർ നോളൻ ഫിലിമാണ്. സോ എക്സ്പെക്റ്റേഷൻസ് വർ സ്കൈ ലെവൽ. നമ്മുടെ തന്നെ ഈ വർഷം 2026 ഏറ്റവും ബിഗ്ഗസ്റ്റ്, ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് മൂവീസ് ലിസ്റ്റ് എന്നുള്ള വീഡിയോയിൽ തന്നെ ഞാൻ പേഴ്സണലി നമ്പർ 1 ആയിട്ട് ഏറ്റവും അധികം ഹൈപ്പ് ചെയ്ത പടം അത് ഒഡീസി ആയിരുന്നു. അത് കണ്ടവർക്ക് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ചെക്കൗട്ട് ചെയ്യുക. കാരണം വരാൻ പോകുന്ന ഇനി വലിയ പടങ്ങളൊക്കെ വരും മാസങ്ങളിലെ ഒക്കെ നിങ്ങൾക്ക് അതിൽ കൂടെ അറിയാവുന്നതാണ്. സോ ഒഡീസി എങ്ങനെയുണ്ട് പടം എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ പറയുകയാണ്, ആൻ ആബ്സല്യൂട്ട് ഡിലൈറ്റ്ഫുൾ പീസ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. സോ ക്രിസ്റ്റഫർ നോളൻ എന്ന മാസ്റ്റർ സ്റ്റോറി ടെല്ലറിൽ നിന്ന് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കാരണം അയാൾ കയ്യിൽ നിന്ന് നമ്മൾ കാണാത്ത സ്റ്റോറി ടെല്ലിംഗ് ഇല്ല, കഥകളില്ല. അതുപോലെ തന്നെ കഥാശൈലി, കഥ പറയുന്ന ശൈലി വേറെ അയാളുടെ കയ്യിൽ നമ്മൾ കാണാത്ത ഇല്ല. അങ്ങനെയൊക്കെ പല പല വേരിയേഷൻ സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡാർക്ക് നൈറ്റ് ഇവിടെ കണ്ടിട്ടുണ്ട്. അതിലൊരു സൂപ്പർ ഹീറോൻ്റെ വേറൊരു രീതിയിലുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ടെനറ്റിലൂടെ നമ്മൾ ടൈമിനെ പറ്റി, റിവേഴ്സ് ടൈമിൻ്റെ സെറ്റപ്പ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡർസ്റ്റെല്ലാറിൽ നിന്ന് സ്പേസും ഡയമെൻഷൻ, അങ്ങനെ പല പല സാധനമുണ്ട്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നോളൻ്റെ ഒരു പുതിയ ഒരു എപ്പിക്, ഒരു ഹിസ്റ്റോറിക്കൽ പരിപാടി, നോളൻ്റെ രീതിയിൽ പറഞ്ഞ വൺ അടിപൊളി പടം, മാസ്റ്റർ പീസ്, അല്ലെങ്കിൽ വൺ ഹെൽ ഓഫ് എ മറ്റേ പിക്സ് സിനിമ. ഇതിലും അങ്ങനെയൊന്നും വലിയ ഇതൊന്നും പറയുന്നില്ലേ പോലും ക്രിസ്റ്റഫർ നോളൻ എന്ന ഡയറക്ടർ അയാൾ ചെയ്യുന്നത് എന്താണോ അത് വീണ്ടും അത്ര ഗംഭീരമായി ചെയ്തിരിക്കുന്നു. കിടിലം പടം, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൻ്റെ ആ ഒരു വാട്ട് ഈസ് ഒഡീസി, ഈ സിനിമ എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ച് ഈ സിനിമ എന്ന് വെച്ചാൽ, ഹോമർ എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് പോയറ്റുണ്ട്. പുള്ളിക്കാരൻ്റെ എഴുതിയ കുറച്ച് വരികളുണ്ട് ആ ഒരു പോയത്തിൽ. ആ ഒരു പോയത്ത്, അതായത് ഒഡീസിയസ് എന്ന് പറഞ്ഞ കിങ്, ഇത്തിക്ക എന്ന് പറഞ്ഞ ഒരു കിങ്ഡത്തിലെ കിങ്ങിൻ്റെ, അയാൾ ഈ ഗ്രീക്ക് ട്രോജൻ വാറിന് വേണ്ടി പോയതും അതിനുശേഷം തിരിച്ച് വരിക, വീട്ടിലേക്ക് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് നേരിടുന്ന കുറേ ഒബ്സ്റ്റക്കിൾസും കുറേ എന്താ പറയുക പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഒരു ഹോം കമ്മിങ്. അത് ഒഡീസിയസിൻ്റെ ഹോം കമ്മിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വളരെ കുറച്ചുള്ള ഒരു പോയമാണ് ഈ ഒരു ഹോമറിൻ്റെ ഒഡീസി എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആൻഡ് ഇമോഷണൽ, വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സിനിമാറ്റിക് ആവിഷ്കരണം, ഒരു സിനിമാറ്റിക് റിപ്രസൻറ്റേഷൻ, അതാണ് എന്നെ സംബന്ധിച്ച് ഒഡീസി. ഒഡീസി എന്നൊന്നുമില്ല, ഹോം കമ്മിങ് ഓഫ് എ മാൻ, എ ഹോം കമ്മിങ് ഓഫ് എ കിങ് ടു ഹിസ് കിങ്ഡം, ആൻഡ് ഹോം കമ്മിങ് ഓഫ് എ ഹസ്ബൻഡ് ടു ഹിസ് വൈഫ്, ആൻഡ് ഹോം കമ്മിങ് ഓഫ് എ ഫാദർ ടു ഹിസ് സൺ. ആ ഒരു സംഭവം അത്രയും ഗംഭീരമായി കാണിച്ച ഒരു വളരെ ഇമോഷണലി ആൻഡ് ടെക്നിക്കലി പീക്ക് പടം. ഇമോഷണലി അത് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് എന്ന് പറഞ്ഞാൽ അത്രയും ഗജഗംഭീര ഹ്യൂജ് സാധനമാണ്. വിഷ്വൽസ് ആവട്ടെ, മ്യൂസിക് ആവട്ടെ, ലൈറ്റിംഗ് ആവട്ടെ, മറ്റേ ഫ്രെയിമിംഗ് ആവട്ടെ, കളർ ഗ്രേഡിങ്, പ്രാക്ടിക്കൽ എഫക്റ്റ്, പിന്നെ എല്ലാ സെറ്റപ്പും അന്യായ സാധനമാണ്. മേക്കപ്പ്, പ്രോസ്തെറ്റിക് എല്ലാം അതിനൊപ്പം തന്നെ അത് ഇത്രത്തോളം ഗ്രാൻഡാണോ ഈ ടെക്നിക്കൽ സൈഡ്, അതിനെ ഈക്വൽ ചെയ്ത് നിൽക്കുന്ന ഒരു ഇമോഷണൽ ആൻഡ് ആക്ടിങ് സൈഡൊക്കെയാണ് ഈ പടത്തിൻ്റെ. ഇതിൻ്റെ ഒരു ടോട്ടൽ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് തന്നെയാണ് ഒഡീസിനെ മറ്റൊരു പീക്സ് ക്രിസ്റ്റഫർ നോളൻ ഫിലിം ആക്കി മാറ്റുന്നത്. സോ ആബ്സല്യൂട്ട്ലി ലവ്ഡ് ഇറ്റ്. ആൻഡ് ഈ പടത്തിൽ നമുക്ക്, ഞാൻ ഇത്രേ ഉള്ളൂ, ഇതാണ് ഒഡീസി. ഒഡീസി എന്ന് പറയുന്നത്, ഒഡീസീസിന് എങ്ങനെയെങ്കിലും വീട്ടിൽ തിരിച്ചെത്തണം, ഇത്തിക്കയിൽ തിരിച്ചെത്തണം. കാരണം ഇത്തിക്കയിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇയാൾ ഈ ഒരു ട്രോജൻ വാർ, ഈ ട്രോജൻ വാർ കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് തിരിച്ച് എത്തുമ്പം നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും 10-12 വർഷത്തോളം അയാൾക്ക് ഈ ഒരു തിരിച്ചു വരവിന് വേണ്ടി എടുത്തു. അപ്പോൾ അയാൾ നേരിട്ട ഈ മോൺസ്റ്റേഴ്സ്, അതുപോലെ തന്നെ കൂട്ടാളികളായ പടയാളികളെ നഷ്ടപ്പെടുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ എന്താ പറയുക, സൈക്ലോപ്സ് പോലെ ജയൻറ്റുകളെ ഫേസ് ചെയ്തു. അതുപോലെ പൊസൈഡിയൻ പോലെ കടലിൽ എന്താ പറയുക, സീ ഡീമൻ, സീ ഗോഡിനെ ഫേസ് ചെയ്തു. വേൾപൂൾ ഫേസ് ചെയ്തു. അതുപോലെ തന്നെ ഒരു വിച്ചിനെ ഫേസ് ചെയ്തു. അങ്ങനെ ഒരുപാട് ഫാൻറ്റസി ആൻഡ് മിസ്റ്ററിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്ത് ഇയാൾ വീട്ടിലെത്തുന്നതാണ് ഈ ഒരു ഒഡീസിയസിൻ്റെ ഒഡീസി. അപ്പം നമ്മളെ സംബന്ധിച്ച് ഒഡീസി എന്ന് പറയുന്നത് ഈ ഒരു ജേണിയാണ്. ഇയാളൊപ്പം ഇത്തിക്കയിലേക്ക് തിരിച്ച് വരുമ്പോൾ
ഇയാളെന്തൊക്കെ നേരിടുന്നു അത് നമ്മൾ ലൈവായിട്ട് കാണുകയാണ്. മാറ്റ് ഡേമൺ അവതരിപ്പിച്ച ഒഡീസിയസ് ആയിട്ട് നമ്മളെല്ലാ ഓഡിയൻസും മാറുകയാണ്. നമ്മളാണ് ഒഡീസിയസ്, നമ്മളാണ് ഇയാൾ. ഈ സ്ക്രീനിൽ മാറ്റ് ഡേമൺ ഈ സാധനങ്ങളൊക്കെ ഫേസ് ചെയ്യുമ്പോൾ നമ്മളും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നമ്മളും അയാളൊപ്പം ആ ജേണീൻ്റെ ഭാഗമാവുന്നുണ്ട്, തുടക്കം മുതൽ ഒടുക്കം വരെ. ദാറ്റ് എൻ്റയർ ജേണി ഈസ് ഒഡീസി ഫോർ അസ് ഓഡിയൻസ്. അത് തന്നെയാണ് നോളൻ ഇൻറ്റൻറ്റ് ചെയ്തത്. നമ്മളും ഒഡീസിയിലെ അയാളുടെ ഒരു ജേണി എക്സ്പീരിയൻസ് ചെയ്യുക. സോ അത് ചെറിയൊരു ജേണി എന്ന് വെച്ചാൽ അതൊരു ചെറിയ ജേണി എല്ലാം തന്നെ. നമ്മളെ സംബന്ധിച്ച് ഒരു 3 മണിക്കൂറിൻ്റെ ഒരു പടമാണ്. പക്ഷേ അയാളെ സംബന്ധിച്ച് 10 വർഷമോ 20 വർഷം എങ്ങാനും എടുത്തു അയാൾക്ക് ആ ജേണി കംപ്ലീറ്റ് ചെയ്ത് തൻ്റെ നാട്ടിൽ തിരിച്ചു വന്ന് രാജ്യം, നമ്മുടെ റോബർട്ട് പാറ്റിൻസൺ അവതരിപ്പിച്ച ആ ഒരു വില്ലൻ ക്യാരക്ടറെയൊക്കെ ബീറ്റ് ചെയ്ത് രാജ്യം തിരിച്ചെടുക്കാനും തൻ്റെ പ്രശ്നങ്ങളൊക്കെ എത്തിക്കലൊക്കെ ശരിയാക്കാനും ഒക്കെ തിരിച്ചെടുത്തു. സോ നമ്മൾ ആ ഒരു 3 മണിക്കൂർ കൊണ്ട് ഇത്രയും വലിയൊരു വർഷങ്ങളുടെ ട്രബിളും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ വരുമ്പം അത്രത്തോളം ഇമോഷണലി നമുക്ക് ടച്ച് ചെയ്യണം. അത്രത്തോളം അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും നമ്മൾ ആ സ്ഥലങ്ങളിൽ കൂടെ ട്രാവൽ ചെയ്തു, അവരുടെ ഒപ്പം നമ്മളും അതൊക്കെ ഫീൽ ചെയ്തു എന്നുള്ള ഒരു ബിലീവ് വരുത്തണം. അത് പ്രോപ്പറായിട്ട് ഈ 2 കാര്യങ്ങളും ചെയ്താലോ സംഭവിക്കും. അത് അതിൻ്റെ ബെസ്റ്റിൽ ചെയ്തു. ആൻഡ് അത് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് സ്കിൽഫുൾ ഡയറക്ടേഴ്സായി മാറണം. ആൻഡ് ഇറ്റ്സ് ക്രിസ്റ്റഫർ നോളൻ, ദ ഗ്രേറ്റസ്റ്റ് ഡയറക്ടർ ഓഫ് ആ ജനറേഷൻ ആൻഡ് ഈസിലി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. സോ അത് തന്നെയാണ് ഒഡീസി എന്നെ സംബന്ധിച്ച്. ഇതാണ് പടം, മസ്റ്റായിട്ടും തിയേറ്ററിൽ നിന്ന് കാണുക. അപ്പോൾ നമുക്കിതിനെ കൂടുതൽ ഇതാണ് ഈ സിനിമയെ പറ്റി എനിക്ക് പറയാനുള്ളത്. 3 മണിക്കൂർ പോകുന്നതറിയില്ല. എൻഗേജിങ്, എൻ്റർടൈനിങ്, അതുപോലെ നോളൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് പടം എന്നൊക്കെ വേണം പറയാം. കാരണം ഇതിൽ ടൈം പാരൽ പരിപാടിയില്ല, ടൈമിന് ഫിസിക്സ്, കോംപ്ലക്സ് ഫിസിക്സും കാര്യങ്ങളൊന്നുമില്ല. അത് തന്നെയാണ് തോന്നുന്നു ഇത്ര ഈസി ആയിട്ട് ഒരു നോളൻ ഫിലിം കിട്ടിയോണ്ടാണോ എന്നറിയില്ല. ആൾക്കാരൊന്നും അത്ര അക്സെപ്റ്റ് അല്ല, പല രീതിയിൽ ഹേറ്റ് പറയുന്നുണ്ട്, മിക്സഡ് പറയുന്നുണ്ട്, ആവറേജ് പറയുന്നുണ്ട്. കാരണം എല്ലാവരും കണ്ടുവന്ന നോളൻ പടം എന്ന് പറഞ്ഞാൽ ഒരു കിണ്ടി മനസ്സിലായില്ലെങ്കിലും നമുക്ക് ജീനിയസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓ മാൻ, ഞങ്ങൾക്ക് ഇത് മനസ്സിലായി, ഞങ്ങളിത് സംഭവമാണ്. സോ അങ്ങനെ ഒരു പടം ചെയ്യുന്ന ഡയറക്ടറാണ് നോളൻ. പക്ഷെ ഇത് വളരെ പെട്ടെന്ന് ഇത് കൊച്ചു കുട്ടിയൊക്കെ മനസ്സിലാവുന്ന രീതിയിലുള്ള സ്റ്റോറിയും പരിപാടികളൊക്കെ ആണെന്നാണോ എന്നറിയില്ല. നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് അധികം അല്ലാണ്ട് സിമ്പിളായി സിമ്പിളായി പോകുന്നൊരു പടം ആയതാണോ എന്നറിയില്ല. പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇറ്റ്സ് ആസ് എ നോളൻ ഫിലിം. കാരണം നോളൻ അത്ര ഒരു വലിയൊരു ഇതാണ് സെറ്റ് ചെയ്തത്, അയാളുടെ സ്റ്റോറി ടെല്ലിങ്ങും മറ്റേ ഈ സൈഫൈ പരിപാടികളൊക്കെ ആയിട്ട്. പക്ഷേ ഇതൊരു ഗ്രീക്ക് മിത്തോളജിക്കൽ പടമാണ്. അപ്പോൾ നിങ്ങൾ ഓവർ ദ ടോപ്പ് ഗ്രീക്ക് സാധനങ്ങൾ, മറ്റേ മിത്തോളജി പരിപാടികളും മറ്റേ എക്സ്ട്രീം മറ്റേ VFX CGI എന്ന് പറഞ്ഞ സാധനങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം അതൊക്കെ ഓവറാക്കിയ നമ്മളത് കാണാത്തതൊന്നുമല്ല. നമ്മൾ പല മോൺസ്റ്റർ ഇപ്പോൾ VFX CGI വെച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ഫാൻറ്റസി പരിപാടികളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ല, ഫിക്ഷണൽ പരിപാടികളില്ല. പക്ഷെ നോളൻ എന്ന ഡയറക്ടറിനൊരു ക്ലാസ് ഉണ്ട്. ആ ഒരു ക്ലാസ്സിലൂടെ അയാൾ അത് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. കാരണം പൊസൈഡിയൻ്റെ സീനൊക്കെ വളരെ സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ, അതുപോലെ സൈക്ലോപ്സൊക്കെ ഒരു മിനിറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതുള്ള നേരം കൊണ്ട് എത്ര ബ്രീഫായി കാണിക്കുന്നതിനൊപ്പം ഇമ്പാക്റ്റ് അവിടെ കാണാൻ പറ്റും. അതാണ് ഒരു ക്ലാസ് ഡയറക്ടറിൻ്റെ ക്ലാസ്. നോളെ പറ്റി പറയണ്ടല്ലോ, ദ ബെസ്റ്റ് ഓഫ് ഓൾ അവർ ജനറേഷൻ. ആൻഡ് എന്താ ഇപ്പോൾ പറയുക, ഇപ്പം നമുക്ക് ആക്ടിങ്ങിലേക്ക് പോകാം. മാറ്റ് ഡേമൺ കിഡിലൻ ആസ് ഒഡീസിയസ്, വൺ ഓഫ് ദ ബെസ്റ്റ്. നോളൻ്റെ ഫിലിമിലെ ഈ മെയിൻ ലീഡ് ആക്ടേഴ്സ് ചെയ്തതിൽ വെച്ച് ഈസിലി നമുക്കും എന്നും മെമ്മറബിൾ ആയിട്ടുള്ളൊരു മെയിൻ ലീഡ് പെർഫോമൻസ് ആണ് ആസ് ഒഡീസിയസ്. കാരണം ഫിസിക്കലി ആയാലും അതുപോലെ ഇമോഷണൽ ആക്ടിങ് പരിപാടി ആയാലും ഫിസിക്കലായാലും പുള്ളിക്കാരൻ അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഒഡീസിയസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മാറ്റ് ഡേമൺ സൈഡ് റോളൊക്കെ ജെയ്സൺ ബോണിലൊക്കെ നമ്മൾ മെയിൻ ലീഡ് കണ്ടിട്ടുണ്ടെങ്കിലും ഒട്ടുമിക്ക പടങ്ങളിലും നോളൻ്റെ പടങ്ങളിൽ തന്നെ നമ്മൾ സൈഡ് റോളായിട്ടാണ് കണ്ടത്. പക്ഷേ ഇങ്ങനെയുള്ള സ്റ്റാർ വാല്യൂ, ഇങ്ങനെയുള്ള ആക്ടർ വാല്യൂ ഒക്കെ വേറെ ലെവലാണെന്ന് വീണ്ടും അറിയിക്കുന്ന ഒരു പെർഫോമൻസാണ് ഒഡീസിയസ്. പക്ഷേ ഈ പടത്തിലെ ഒരു പെർഫോമൻസ് കൊണ്ട് എൻ്റെ ഫേവററ്റ് എന്ന് പറയുന്നത് മാറ്റ് ഡേമൻ്റെ ഒഡീസിയസിനേക്കാളും കൂടുതൽ ആൻ ഹാത്തവേയുടെ പെനോലിപ്പെ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. കിടിലനായിട്ട് പുള്ളിക്കാരത്തി ആക്ട് ചെയ്തു. ഓരോ ഒരു പുള്ളിക്കാരത്തിൻ്റെ എക്സ്പ്രഷൻ ആവട്ടെ, ഇമോഷൻ ആവട്ടെ, അതെല്ലാം നല്ല വെയിറ്റും നല്ലൊരു ഡെപ്തും ഉള്ളൊരു സംഭവമാണ്. ഇതിൽ എല്ലാ ക്യാരക്ടേഴ്സിനും നല്ല ക്യാരക്ടർ ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. വെൽ റിട്ടൺ ആണ്, വെൽ ആക്റ്റഡ് ആണ്, കൺവിക്ഷനോടെ ചെയ്തതാണ്. പക്ഷേ അതിൽ ഏറ്റവും പീക്കായിട്ട് എനിക്ക് തോന്നിയത് ആൻ ഹാത്തവേയുടെയാണ്. എസ്പെഷ്യലി അതൊരു സീനൊക്കെ ഉണ്ട്, ടോം ഹോളൻഡുമായിട്ട് ആർഗ്യൂ ചെയ്യുന്നൊരു സീനൊക്കെ ഉണ്ട്. അതിൽ ഈ ഒഡീസിയസിൻ്റെ ഭാര്യയാണ് പെനോലിപ്പെ. സോ ഒഡീസിയസ് തിരിച്ച് വരാത്തതിൻ്റെ സങ്കടവും എല്ലാം ഫ്രസ്ട്രേഷൻ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ടോം ഹോളൻഡാണ് ഒഡീസിയസിൻ്റെ മകനായ ടെലമെക്കസിനെ അവതരിപ്പിക്കുന്നത്. അപ്പം അച്ഛൻ ഇനി വരാൻ പോകുന്നൊന്നും ചാൻസ് ഇല്ല, അഥവാ ഇനി വരുന്നവരെ ഞാൻ രാജാവായിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ അച്ഛൻ്റെ 1% പോലും നിനക്ക് ആവാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെക്കനായിട്ട് ചീത്ത പറയുന്ന സീനൊക്കെ ഉണ്ട്. ആ എജ്ജാതി ആക്ടിങ് ആണ് അതിലൊക്കെ. ലവ്ഡ് ആൻഡ് ഹാത്തവേസ് പെനോലിപ്പെ. പിന്നെ ടോം ഹോളൻഡ് ഓക്കെ ആസ് ടെലമെക്കസ്, അത് ഓക്കെ, അത് ആർക്ക് വേണം ചെയ്താലും ഈസിയായി പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നൊരു റോൾ തന്നെയായിരുന്നു. കാരണം ഒരു സിംഹം ആവണം ആഗ്രഹിക്കുന്ന ഒരു പൂച്ച, ആ കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടർ, ഒരു ടീനേജ് ജെൻസി, ഒരു ജെൻസി ടച്ച് ഉണ്ട്. സോ ടോം ഹോളൻഡ് യൂഷ്വലി ചെയ്യുന്ന ഒരു പീറ്റർ പാർക്കർ ടച്ചൊക്കെ നമുക്കതിൽ കാണാം.
അതാര് ചെയ്താലും കുഴപ്പമില്ല. ടോം ഹോളണ്ട് ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മോശമാക്കിയിട്ടുമില്ല. പക്ഷേ വേറെ ആരും ചെയ്തിട്ട് കുറച്ചുകൂടെ നന്നായേനെ. ആ ക്യാരക്ടറിനെ കുറച്ചുകൂടെ ഒന്ന് നല്ല രീതിയിൽ കാണിക്കുകയും പൂക്കി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇന്നസെൻറ്റ് വാടവർ. പിന്നെ റോബർട്ട് പാറ്റിൻസൺ കിഡിലൻ ആസ് നമ്മുടെ ഇതിലെ വില്ലനായിട്ട്. കിഡിലൻ മീൻസ് അതും ഒരു കോമാളി, നമുക്കറിയാം ഒരു ഹ്യൂമർ ഷെയ്ഡുള്ള വില്ലന്മാരുണ്ട്. കാരണം ഇയാളെ കണ്ടാൽ നമുക്ക് ചിരിയും വരണം എന്നാൽ പക്ഷേ ഇയാൾ അത്ര നല്ല വെടുപ്പുള്ള ചങ്ങായിയല്ല. സോ നമുക്ക് പെട്ടെന്ന് റേജ് ബേറ്റ് ഒക്കെ വരുത്തുന്ന ഒരു പെട്ടെന്ന് ഹേറ്റ് ഒന്ന് കൊടുക്കാൻ തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് വില്ലൻ റോബർട്ടിൻ്റെ ഒരു ഇതിൽ തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ കുറേ വന്ന് പോകുന്ന ബെന്നി സാഫ്റ്റി. അപ്പോൾ എന്താ ഏകമനാണോ അങ്ങനെ ഒരു വാറിയർ, ഇവരുടെ ഒഡീസിസിൻ്റെ ഒക്കെ ഒരു ലീഡറായ ഒരു വാറിയറിൻ്റെ ഒരു സാധനം ചെയ്തത്. ഓറ അറ്റ് ഇറ്റ്സ് പീക്ക്. ആ ഒരു കോസ്റ്റ്യൂം ഒരു ആർമറോട്ട് വന്ന് നിൽക്കുമ്പോൾ തന്നെ ഇയാൾക്ക് ഡയലോഗൊന്നും അധികമില്ല. വളരെ ഏറിപ്പോയ 1-2 മിനിറ്റ് ഇങ്ങനെ നടന്നു വരുന്ന ഒരു സാധനമൊക്കെ ഉള്ളൂ. പക്ഷെ ആ നടപ്പും ആ ഒരു അതിൻ്റെ ഓരൊക്കെ അൺമാച്ച്ഡ് പീക്ക്. ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ എഡിറ്റും കാര്യങ്ങളൊക്കെ OTT വന്നാൽ വരാൻ പോകുന്നത് ഈ ബെന്നി സാഫ്റ്റീൻ്റെ ആക്കമനോൺ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ പറ്റി കില്ല നല്ല അപ്ഡേറ്റ്. പിന്നെ നമ്മുടെ ലുപിറ്റ നിയോങ്ങിൻ്റെ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഹെലൻ ഓഫ് സ്പാർട്ട. അത് നോളം വളരെ ജീനിയസ്ലി ഫുൾ ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രത്തോളം ഒരു ബ്ലാക്ക് ഒരു ആക്ട്രസിനെ ലോകത്തിലെ തന്നെ നമ്മളത്തെ ഫെയറിയസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ വ്യക്തിയായ ഒരു ഹെലനെ പോലെ ഒരു ക്യാരക്ടറെ ഏൽപ്പിക്കുമ്പോൾ അതൊരു ബ്ലാക്ക് ആക്ട്രസിനെ ഇത് അത്രത്തോളം കോൺട്രവേഴ്സി പുൾ ഓഫ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സാധനം അറിഞ്ഞുകൊണ്ട് ചെയ്താന്ന് തോന്നുന്നു. കാരണം വളരെ സെക്കൻഡ്സ് മാത്രം അല്ലെങ്കിൽ ഒരു മിനിറ്റ് മാത്രം വരുന്ന രീതിയിലാണ് നോളം കാണിച്ചത്. കുറച്ചേ ഉള്ളൂ. പക്ഷേ അത് ആ ഒരു ക്യാരക്ടർ ഈ പടത്തിൻ്റെ ഗ്രാഫ് തന്നെ മാറ്റി വരുത്തുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റോറീൻ്റെ കംപ്ലീറ്റ് സ്ട്രിങ്സ് പുൾ ചെയ്യുന്ന രീതിയിലാണ് അത്ര ഇമ്പാക്ട്ഫുൾ ആയിട്ടൊരു പ്ലാൻ ചെയ്തൊരു ക്യാരക്ടർ. സോ ക്ലാസിക് നോളൻ ജീനിയസ്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ചാർലസ് തിറാൻ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ കുറേ ഇതിലൊരു കണ്ണ് കാണാത്തൊരു ചങ്ങായിട്ടുണ്ട്, ഒരു വയസ്സനായിട്ടുള്ള പുള്ളിക്കാരൻ നന്നായിട്ടുണ്ട്. ഓപ്പൺ ഹൈമറിലൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നു. ഏതൊക്കെ നോളൻ്റെ പടത്തിലൊക്കെ കണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ ആരും വിട്ടു പോകുന്നുണ്ട്. പിന്നെ സിനോണിനെ അവതരിപ്പിച്ച എലിയറ്റ് പേജ്, അതും വളരെ കോൺട്രവേഴ്സി ആയിരുന്നു. പക്ഷേ എനിക്ക് വളരെ ആപ്റ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണ് തോന്നിയത്. നല്ല രീതിയിൽ പെർഫോം ചെയ്തു പോയി. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ ജെൻഡയ അത്തീന, അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഹെലനെ പറഞ്ഞ മാതിരി വലിയ പേരാണെങ്കിൽ പോലും വളരെ കുറച്ച് നേരമേ ഉള്ളൂ. അത് ഒരു സെക്കൻഡ്സ് മാത്രം വന്നു പോകുന്നൊരു ക്യാരക്ടറാണ് ജെൻഡയ അത്തീന. പക്ഷെ അതും പ്ലാൻഡ് ചെയ്തത് പടത്തിലെ തന്നെ നമ്മളത്തെ മേജർ ട്വിസ്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്ട്ഫുൾ സീനിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതാക്കിയത്. പക്ഷേ ഈ വലിയ ആൾക്കാരൊന്നും ചെയ്യണമെന്നില്ല. ഈ റോബർട്ട് പാറ്റിൻസണും ജെൻഡയയും ഇവിടെയൊക്കെ ക്യാരക്ടർ വേറെ ഏത് ആക്ടർ ചെയ്താലും കുഴപ്പമില്ലായിരുന്നു, ഈ ഒരു ഇമ്പാക്റ്റ് കിട്ടിയേനെ. കാരണം ആ ക്യാരക്ടർ അത്രത്തോളം സ്റ്റോറിക്ക് ഇമ്പാക്റ്റ് ഉണ്ട്. സോ ആക്ടർ ഡസൻ മാറ്റർ. പക്ഷേ ബിഗ് നെയിംസ് മോർ മാർക്കറ്റിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കാസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. വോക്കാണോ മറ്റാണോ എന്ന് എനിക്കറിയില്ല. ഐ എം നോട്ട് ടു ജഡ്ജ് ദാറ്റ്. പിന്നെ വരുന്നത് ടെക്നിക്കൽ ക്വാളിറ്റി. ഓ മൈ ഗോഡ്, ലുഡ്വിഗ് ഗൊറാൻസൺ മ്യൂസിക്. ഈ പടത്തിൻ്റെ സോളാണ് പുള്ളിക്കാരൻ ലുഡ്വിഗ് ഗൊറാൻസൺ. ഇയാൾ ഹാൻസ് സിമ്മർ വർക്ക്ഡ് ഔട്ട് ഫ്രം ക്രിസ്റ്റഫർ നോളൻ ഫിലിം സോ ദാറ്റ് ലുഡ്വിഗ് ഗൊറാൻസൺ കുഡ് റൺ. അതിൽ പെട മ്യൂസിക് വർക്ക്. ഓപ്പൺ ഹൈമറിലും ഇയാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ടെനറ്റിലൊക്കെ ഇയാളാണ് മ്യൂസിക് ചെയ്തത്. ആൻഡ് വൺസ് അഗൈൻ ഹി ഹാസ് ഡൺ വൺ ഓഫ് ദ പീക്ക് വർക്ക്സ്. കാരണം ഞാൻ ഇതുവരെ കേട്ടില്ല, ഇതുവരെ കേൾക്കാത്ത പല യുണീക്ക് ആൻഡ് ക്രിയേറ്റീവ് ട്രാക്സും സ്കോറും ഒക്കെ ഉണ്ട്. ഇതിലൊരു സ്കോറുണ്ട് നമ്മുടെ ഈ ട്രോയ് വാറിൽ താൻ ചെയ്ത ഈ ഒരു ഡാമേജും ഡിസ്ട്രക്ഷനൊക്കെ റിയലൈസേഷൻ വരുന്ന ഒരു സീനുണ്ട് ഒഡീസിയസിന്. അപ്പോൾ ഒരു സാധനമൊക്കെ ഇയാൾ ഇടും. അതാണ് എൻ്റെ ഫേവററ്റ് മ്യൂസിക് ഇതിൽ. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ഒരു മ്യൂസിക് പരിപാടി, അതുപോലെ ഈ സൈക്ലോപ്സിൻ്റെ പരിപാടി വരുമ്പോൾ വെക്കുന്ന മ്യൂസിക്കൊക്കെ കിടിലാണ്. ഓവറോൾ ഇതിൻ്റെ OST വാസ് ആബ്സലൂട്ട് പീക്ക് സാധനം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് തന്നെയാണ് സിനിമേൻ്റെ എല്ലാ സീനും എലവേറ്റ് ചെയ്യാനും ഒരു മെയിൻ റീസൺ ഞാൻ പ്രതീക്ഷിച്ചു. പിന്നെ ഹോയ്റ്റ വാൻ ഹോമയുടെ ഈ വിഷ്വൽ ആൻഡ് DOP, അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫിയൊക്കെ അന്യായ സാധനം തന്നെ. വിഷ്വലൊക്കെ ആ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ പീക്ക് എക്സ്പീരിയൻസ്. പിന്നെ മേക്കപ്പ് ടീമിനും പ്രോസ്തറ്റിക് ടീമിനും എല്ലാവർക്കും വലിയ ഹാറ്റ്സ് ഓഫ് ആൻഡ് ഹ്യൂജ് കയ്യടി. കാരണം നമ്മളെ ആ ഒരു ഗ്രീക്ക് ആ ഒരു ടൈമിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചു. അപ്പം എല്ലാം കൊണ്ടും ടെക്നിക്കലി പീക്കായി നിൽക്കുകയാണ്. പിന്നെ ഇതിൽ പല വാവ് മൊമെൻറ്റ്സ് ഉള്ള സീൻസ് ഉണ്ട്, ഹൈ അഡ്രിനൽ തരുന്ന സീൻസ് ഉണ്ട്. ഇമോഷണലി പരിപാടി കൊണ്ട് നമ്മളെ എൻഗേജ് ചെയ്ത് ഹുക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പൊസീഡിയൻ്റെ സീന്, അതുപോലെ സൈക്ലോപ്സിൻ്റെ സീനൊക്കെ, അതും ഈ റോബോട്ടിക് പരിപാടിയൊക്കെ വെച്ച് ചെയ്തതാണ്, പ്രാക്ടിക്കലാണ്, CG അല്ല. അതൊക്കെ അത്രയും അടിപൊളിയായിട്ട് നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ ഇത് CG അല്ല എന്നുള്ള ഒരു നാച്ചുറാലിറ്റി കൊണ്ട് തന്നെയാണ്. സോ നോളനല്ലാണ്ട് വേറെ ആരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലി ചെയ്യും. അതുപോലെ തന്നെ കുറേ പരിപാടികളുണ്ട്. പിന്നെ ഇതിലൊരു വിച്ചിൻ്റെ സീനുണ്ട്, ആൾക്കാരെ സോർസറി മൂലം പന്നിയാക്കി മാറ്റുന്നത്. ബോഡി ഹൊറർ സീൻ, എൻ്റെ മോനെ അന്യായ എക്സ്പീരിയൻസ്. അതൊക്കെ പീക്ക് എൻഗേജിങ് ആൻഡ് ഒരു സെറ്റപ്പായ ഇൻറ്റൻസ് സാധനം. അങ്ങനെ ഒരുപാട് ഹൈ മൊമെൻറ്റ്സും ഇത് ഈ ഗ്രീക്ക് മിത്തോളജി അതുപോലെ ഫാൻറ്റസിയൊക്കെ ഒരു കലർന്ന
ചുരുക്കി നോളൻ്റെ പടങ്ങളിലെ മെയിൻ സാധനം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പുറത്തുനിന്ന് നോക്കുമ്പോൾ സംഭവം വലിയ എന്തെങ്കിലും പരിപാടിയായിരിക്കും. ഇൻ്റർസ്റ്റെല്ലാർ എന്ന് വെച്ചാൽ വലിയ സ്പേസ് പരിപാടിയായിരുന്നു. പക്ഷേ ബ്രീഫ്ലി ഇറ്റ്സ് എ ഇമോഷണൽ ബോണ്ട് ബിറ്റ്വീൻ എ ഫാദർ ആൻഡ് എ ഡോട്ടർ. അച്ഛൻ്റെയും മകളും ഒരു ബന്ധമാണ് ഓവറോൾ ഇൻ്റർസ്റ്റെല്ലാർ. പക്ഷേ പുറത്ത് നോക്കുമ്പോൾ എന്താ വലിയ സൈഫൈ മറ്റേ സ്പേസിൽ പോയിട്ട് ടൈം ട്രാവൽ അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്, മറ്റേ ഡയമെൻഷൻ. പക്ഷേ അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ഒഡീസിയിലേക്ക് വരുമ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ വലിയ മറ്റേ കടൽ മറ്റേ ഈ സിയൂസും മറ്റേ അതുപോലെ തന്നെ ഈ കടൽ ദൈവങ്ങളും മറ്റേ അങ്ങനെ ഒരുപാട് ദൈവങ്ങളും ഗ്രീക്ക് മറ്റേ മോൺസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള മിത്തോളജിക്കൽ ക്രീച്ചേഴ്സൊക്കെ ഉള്ള പടം. പക്ഷേ വളരെ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ വൺ മാൻ, ഒരു അച്ഛന് അയാളെ മകനിലേക്ക് എത്താനുള്ള വേണ്ടി അയാൾ ജീവിതത്തിൽ അയാളെടുക്കുന്ന എഫേർട്സ്, ഒരു ഭർത്താവിന് ഒരു നല്ല ഭാര്യയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അയാൾ ഫൈറ്റ് ചെയ്യുന്ന ഫൈറ്റ്, അതുപോലെ തന്നെ രാജാവിന് തൻ്റെ രാജ്യത്തെത്തിയിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു ഫൈറ്റ്, അങ്ങനെ ഒരു സിമ്പിൾ നോട്ടാണ് ഇതിന്. ആൻഡ് അതിൻ്റെ ടെക്നിക്കൽ വിഷ്വൽ ഒരു പരിപാടിക്കൊപ്പം, അതുപോലെ വിഷ്വൽ ഓഡിയോ പരിപാടിക്കൊപ്പം ഈ ഒരു ഇമോഷണൽ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഫൈനസ്റ്റ് കൂടെ വരുമ്പം നമുക്ക് കിട്ടുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് എവറാണ് നോളൻ്റെ വകയും. ആൻഡ് നമ്മൾ കണ്ടതിൽ തന്നെ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ആയിരിക്കും ഇന്നേ വരെ. സോ ഒഡീസി ഡിമാൻഡ്സ് യുവർ തിയേറ്റർ എക്സ്പീരിയൻസ് ഓർ നത്തിങ്. ആൻഡ് വെറും ആപ്പ മറ്റേ ക്രോപ്പ്ഡ് സ്കോപ്പ് തിയേറ്ററിൽ കണ്ടാൽ പോരാ, ദ ബിഗ്ഗസ്റ്റ് സ്ക്രീൻ യു ക്യാൻ അപ്രോച്ച്, അതിൽ തന്നെ പോയി കാണണം. ദ ബെസ്റ്റ് അൾട്ടിമേറ്റ് എന്ന് പറയുമ്പം ഡെഫിനറ്റ്ലി IMAX 70mm ആണ്. IMAX അല്ല, IMAX 70mm. അത് വേൾഡിൽ റയർലി ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ മറ്റേ ട്രാവലൊക്കെ ചെയ്തവരെ കാണാൻ പറ്റൂ. അപ്പം നോർമൽ IMAX കാണാൻ പറ്റുന്നവർ അവിടെ നിന്ന് കാണുക. ലൈമാക്സ് ആണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ IMAX ഒക്കെ, ബട്ട് സ്റ്റിൽ കാണുക. എന്നിട്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ നിങ്ങൾ വേഗം മറ്റേ ഇതിലേക്ക് പോകരുത്, മറ്റേ സാധാ സ്കോപ്പ് തിയേറ്ററിലേക്ക് പോകരുത്. എപ്പിക് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ PXL എന്ന് പറഞ്ഞാൽ 2 അടിപൊളി പ്രീമിയം ലാർജ് ഫോർമാറ്റ് PLF സ്ക്രീൻസ് നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലാണ്, കോഴിക്കോട് അതുപോലെ തന്നെ തൃശ്ശൂർ വരെ എപ്പിക് സ്ക്രീൻ ഉണ്ട്. PLF കൊച്ചിയിലൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. അവിടെ പോയി കാണുക. കാരണം നൺ ലെസ് ദാൻ ആൻ IMAX എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുക. ഞാൻ കാലിക്കറ്റിൽ എപ്പിക് സ്ക്രീനായ ഗലാക്സി സിനിമാസിൽ എപ്പിക്കിലാണ് കണ്ട്. സാധാ സ്കോപ്പ് റേഷ്യോ വെച്ച് നോക്കുന്നതിനെക്കാട്ടും എത്രയോ മടങ്ങ് അൺക്രോപ്പ്ഡ് വേർഷനും സ്ക്രീൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ കണ്ണിന് നമ്മൾ സ്ക്രീൻ മൊത്തം അങ്ങനെ ഫിൽഡായി നിൽക്കുന്ന ഒരു വിഷ്വൽ നമുക്ക് അതിൽ കിട്ടും റേഷ്യോ. ആൻഡ് അത് പിന്നെ എപ്പിക്കിൻ്റെ വിഷ്വൽ സ്ക്രീൻ സൈസ് മാത്രമല്ല, അതിന് വരുന്ന DCP 4K ഒക്കെ വളരെ ഹൈ ബിറ്റ് റേറ്റും നല്ല HDR കളറും ഒക്കെ ഉള്ള ഡോൾബി ഒക്കെ വളരെ അടിപൊളിയായിട്ട് വരുന്ന സംഭവമാണ്. സോ ഒരു പീക്ക് ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ ഇങ്ങനത്തെ ബിഗ് സ്ക്രീൻ വെന്യൂസ് കണ്ടാൽ കിട്ടുക. സോ അവിടെ നിന്നൊക്കെ കാണാൻ ശ്രമിക്കുക. സോ ദാറ്റ്സ് ക്രിസ്റ്റഫർ നോളൻസ് ഒഡീസി ഫോർ മീ. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെയും മറ്റൊരു വീഡിയോ ആയി പ്രോബബ്ലി ഫോർ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡെൻഡർ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നവർ. മീ ജോൺ ഫ്ലിക്സ് സൈനിങ് ഓഫ് ഫ്രം NCNEclopedia.